ക്വസ്റ്റ്യൻ നോക്കുക. രാംരാജ്, എ ബാങ്ക് മാനേജർ, ഗെറ്റ്സ് 18,000 പെർ മന്ത് ആസ് സാലറി. 18,000 സാലറി കിട്ടുന്നുണ്ട്. ഡി എ 10% ഓഫ് സാലറി, സാലറിയുടെ 10% ഡി എ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു വർഷത്തിൽ 8,000. പിന്നെ ബോണസ് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം. സാലറിയുടെ 3 months സാലറി അഥവാ 3 മാസം സാലറി ബോണസായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഹീ ഈസ് ആൾസോ പ്രൊവൈഡഡ് എ റെൻറ്റ് ഫ്രീ ഹൗസ്, അൺഫർണിഷ്ഡ് ഹൗസിന് തന്നിട്ടുണ്ട്. അത് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയർ. അതിൻ്റെ ഒരു പ്രത്യേകത, ഹൂസ് പോപ്പുലേഷൻ ഈസ് ലെസ് ദാൻ 4 lakh, 4 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സ്ഥലത്താണ് ആ ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അതിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 5,000 പെർ മന്ത്. ഇനി നമ്മളോട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ സാലറി $18,000 എന്നതുണ്ട്. പെർ മന്ത് ആയതുകൊണ്ട് 12 കൊണ്ട് ഗുണിച്ചു 2,16,000. ദെൻ ഡി എ ഈ 2,16,000-ൻ്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 21,600. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്, അത് അതേപോലെ എടുത്ത് എഴുതുക 8,000. ബോണസ് എന്ന് പറയുന്നത് 3 months സാലറിയാണ്. അപ്പോൾ സാലറി ഇൻറ്റു 3, 3 × 18, 54,000. ഇനി ഒറ്റ കാര്യം കൂടി ഉള്ളൂ, അത് നമ്മളെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനാണ്. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 4 lakh, ആ ഭാഗത്താണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നത്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സാലറിയുടെ 7.5% പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സാലറി എന്ന് പറയുന്നത് വരിക, ഡി എ ഒഴിച്ചുള്ള എല്ലാ അലവൻസും, പിന്നെ ബേസിക് പേ, കമ്മീഷൻ, ഇത്തരത്തിലുള്ള സാധനങ്ങളും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ 2,16,000 എടുക്കണം സാലറിക്ക്, ഡി എ വേണ്ട, പിന്നെ ബോണസ് എടുക്കണം, ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുക്കണം, ഇതൊക്കെ എടുത്തു. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇത്രയും കൂട്ടി അതിൻ്റെ 7.5%, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന 20,850. അപ്പോൾ ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എന്നുള്ള ഡിഡക്ഷൻസ് എല്ലാ സമയത്തും നമുക്ക് കുറയ്ക്കാൻ പറ്റിയതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം അത് 50,000 അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2,70,450. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി. ഓക്കെ ആണല്ലോ. സോ ഇതിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ പോയിൻ്റ് ഇതാണ്, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അത് എന്താണ്, നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെങ്കിൽ വീണ്ടും ഒന്നുകൂടി കാണാം. ഓക്കെ, അപ്പോൾ അതിൽ ഈ പ്രൈവറ്റ് എംപ്ലോയിയും ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് എംപ്ലോയി തന്നെ ഓൺ അക്കോമഡേഷൻ, റെൻറ്റഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പോപ്പുലേഷൻ തരികയാണെങ്കിൽ 15% 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള സ്ഥലത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 10% ഓഫ് സാലറിയാണ് 10-ൻ്റെ 25-ൻ്റെ ഇടയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 7.5% 10-ഉം അതിൻ്റെ താഴേക്കും വന്നാൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ എന്ത് ഇവിടെ 7.5% എടുത്തത്. ഓക്കെ, മിസ്റ്റർ ശരത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. സാലറി 6,000 പെർ മന്ത്, ട്രാവൽ അലവൻസ് ഉണ്ട് 600 പെർ മന്ത്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 250 പെർ മന്ത്, ബോണസ് 6 മാസത്തെ സാലറിയാണ്. എംപ്ലോയറും എംപ്ലോയിയും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് പ്രതിമാസം 1,000 രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ
ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് 9.5%, അത് 12,000 4 മാസത്തെ സാലറി കമ്മീഷനായിട്ട് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പോപ്പുലേഷൻ 15 ലക്ഷം ഉള്ള ഒരു സ്ഥലത്താണ്. അവിടേക്ക് ഫർണിച്ചർ വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫർണിഷ്ഡ് അക്കോമഡേഷനാണ്. അതിൻ്റെ കോസ്റ്റ് 10,000 രൂപയാണ്. ഫ്രീ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർ മീൽ 60 റുപ്പീസാണ്. ഒരു ഫുഡിന് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് 60 രൂപ വരെയാണ് ചാർജ് വരുന്നത്. അത് 300 വർക്കിംഗ് ഡേയ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇയാളുടെ സാലറി ഇൻകം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് എംപ്ലോയറും എംപ്ലോയിയും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നതാണ്. എംപ്ലോയി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്, പരിഗണിക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ ചില സമയങ്ങളിൽ അത് ടാക്സ് വരും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ എംപ്ലോയിയുടെ സാലറിയുടെ 12%-ത്തേക്കാൾ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കൂടുതൽ വരുന്ന ഭാഗമാണ് ടാക്സ് ചെയ്യുക. അപ്പോൾ ആ കൂടുതൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ഒന്ന്. മറ്റൊന്ന്, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ടോയെന്നാണ്. 9.5% വരെ ടാക്സ് ഇല്ല. അതിന് മേലെ പോയാൽ ഇപ്പോൾ 10% ആണെങ്കിൽ 0.5-ന് ടാക്സ് ചെയ്യണം. ഇവിടെ 9.5% അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 12,000 രൂപ. ഓക്കെ, അപ്പോൾ അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. മറ്റൊന്നിവിടെ ഫ്രീ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപ വരെ എക്സംഷനാണ്. 50 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരികയാണെങ്കിൽ ആ മുകളിൽ വരുന്നതിന് ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ ഇവിടെ 60 രൂപയാണ് ഒരു മീലിന് ചിലവാകുന്നത്. 50 രൂപ വരെ എക്സംപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ എത്ര വന്നത് 10 ആണ്. അപ്പോൾ ഒരു മീലിന് 10 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കണം. അത് 300 വർക്കിംഗ് ഡേയ്സിലുണ്ട്. അപ്പോൾ 10 × 300 ദിവസം എന്ന് പറഞ്ഞാൽ 3000. ഇതെന്തായിരിക്കും, നമ്മൾ ടാക്സ് ചെയ്യണം. ഓക്കെ. ദെൻ മറ്റൊന്ന്, കഴിഞ്ഞ കണക്കിൽ നോക്കിയ പോലെ തന്നെ ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 ലാഖാണ്. അപ്പോൾ 15 ലാഖ് ആണെങ്കിൽ 10% ഓഫ് സാലറിയാണ് എടുക്കേണ്ടത്. സാലറി എന്ന് പറയുന്നത് ഓൾ അലവൻസ് എക്സെപ്റ്റ് ഡി ആണ്. ഡി എ ഒഴിച്ചുള്ള എല്ലാ അലവൻസും എടുക്കണം. എന്ന് പറഞ്ഞാൽ BP പിന്നെ ബോണസ്, കമ്മീഷൻ, അതൊക്കെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ എന്തായാലും വരും. പിന്നീട് എല്ലാ അലവൻസും ഡി എ ഒഴിച്ചുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ അഡീഷണലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഫർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് നോക്കും, അതിൻ്റെ 10% കൂടി അഡീഷണലായിട്ട് പെർക്വിസിറ്റായിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ 10,000-ൻ്റെ 10% പറഞ്ഞാൽ 1000 രൂപയാണ്. അപ്പോൾ അതും കൂടി ഏതിലേക്ക് ആഡ് ചെയ്യണം, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ 10% ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. കണക്കിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആൻസറിലേക്ക് പോവാം. സാലറി അവിടെ പറഞ്ഞിട്ടുണ്ട്, നേരെ 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 72,000. ബോണസ് 6 മാസത്തെ സാലറി പറയുന്നുണ്ട്, 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 36,000. കമ്മീഷൻ 4 മാസത്തെ സാലറിയാണ്, മൾട്ടിപ്പിൾ ചെയ്തു, 24,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പ്രതിമാസത്തെയാണ് തന്നത്, സോ 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 3,000. 250 ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത 3000. ദെൻ ഇനി റെൻറ്റ് ഫ്രീ ഹൗസ് നമ്മളപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ നോട്ട് ഉണ്ടാക്കി പോകണം. അപ്പോൾ ആദ്യം സ്ട്രക്ചർ ആൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, നോട്ട് അവസാനം
സെപ്പറേറ്റ് പേജിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ എങ്ങനെയാണ് ഈ 14,500 ഇവിടെ കിട്ടിയത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, യെസ്, നോട്ട് 1 എന്ന് കൊടുക്കുക. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് അതിൻ്റെ കാൽക്കുലേഷനാണ്. നമ്മൾ പറഞ്ഞു 10% ഓഫ് സാലറിയാണ് നമ്മൾ പെർക്കായിട്ട് കാണേണ്ടത്. ഈ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള DA ഒഴിച്ചിട്ടുള്ള എല്ലേതും എടുക്കണം. അത്രയും കാര്യങ്ങൾ അവിടെ എമൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ 10% 13,500. ദെൻ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 10,000 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ 10% 1,000. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 14,500. ഇങ്ങനെയാണ് ഈ 14,500 ഇവിടെ വന്നത്. ഓക്കെ, ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അത് എത്രയെന്നുള്ള അതിൻ്റെ എമൗണ്ട് ഇതാണ്, 3,360 രൂപയാണ് ടാക്സ്. എങ്ങനെയാണ് അത് കിട്ടിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ എഴുതുക എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എത്രയാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? പ്രതിമാസം 1,000 രൂപയാണ്. അപ്പോൾ 12 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിന് 12,000 രൂപയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എംപ്ലോയിൻ്റെ സാലറീൻ്റെ 12% കുറയ്ക്കുക. 12% ഓഫ് എംപ്ലോയീസ് സാലറി. ഈ സാലറി എന്ന് പറയുന്നത് ഇതാ ഈ കാര്യങ്ങളൊക്കെ പെടാം. ബേസിക് പേ, DNS പേ, കമ്മീഷൻ ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇവിടെ ബേസിക് പേ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. കമ്മീഷൻ എന്ന് മാത്രം പറഞ്ഞാൽ അതെടുക്കാൻ പാടില്ല. പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ പരിഗണിക്കാവൂ. സോ 72,000 ആണ് ബേസിക് പേ. അതിൻ്റെ 12% 8,640 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കിട്ടും 33,60. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടേക്ക് നമ്മൾ എടുത്തത്. ഓക്കെ ആണല്ലോ. ദെൻ ലഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്ട്രാ നമുക്ക് എത്ര ടാക്സ് ചെയ്യണമെന്നാണ്. ഇവിടെ 60 രൂപയാണ് ഒരു മീലിന് വന്നിട്ടുള്ളത്. നമുക്ക് 50 രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്, 10 ആണ്. ആ 10ന് 300 വർക്കിംഗ് ഡേയ്സിലും കൊടുക്കുമ്പോൾ 3,000. ഇത്രയും ടാക്സ്. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൂട്ടുക. ദെൻ ഗ്രോസ് സാലറി കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കുന്നു. സോ നമ്മുടെ ആൻസർ 1,05,860. ഓക്കെ.